कैप्टन साहब। यस। कस्टम्स और इमिग्रेशन के ऑफिसर्स आ गए हैं। कम ऑन। I am Captain John Samuel. I am Preventive Officer Sanjeev. Nice to meeting you. Thank you. He is Mr. Shashidaran. Hello. And Satyadevan. Hello. I am Immigration Officer Sunny George, my assistant Chandran. Hello. What is the cargo? General cargo. Captain മലയാളിയാണോ? അതെ. വീട് തിരുവല്ലയാണ്. പക്ഷേ ഫാമിലി എല്ലാം ബോംബെയിലാണ്. ഏതായാലും മലയാളി ആയത് നന്നായി. ക്യാപ്റ്റൻ, ഇന്നലെയും മിനിഞ്ഞാന്നും ബർത്ത് ചെയ്ത കപ്പലുകളിൽ ഞങ്ങൾക്ക് ആവോളം തലവേദന ഉണ്ടായിരുന്നു. അതിൽ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷുവർ. ദിസ് ഷിപ്പ് ഈസ് യുവേഴ്സ്. സാറ് കയറി മറിച്ച് നോക്കിക്കോളൂ. മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റവും ഇതിലുണ്ടാവില്ല. രാംദേവ് സാബ് കൊല്ലേ ജാओ. अच्छा आइए साहब. Come on. എത്ര ജോലിക്കാരുണ്ട് ഈ കപ്പലിൽ? ഞാൻ ഉൾപ്പെടെ 17 പേർ. എല്ലാവരുടെയും പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? പിന്നെ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോവാം. കമോൺ. അമലേക്കർ, ഡിസിൽവ, അൽബുകാർക്കെ, ഇർഷാദ്, ചിഞ്ചു, ക്യാൻചി, രാംദേവ്, സാഹിദ്, നയീം, പ്യോക്പി. നോ, ഫോക്ഫി ചൈനക്കാരനാ. മൊത്തം 17 പേരാണല്ലേ ക്രൂ? അതെ. അതിൽ 6 പേർ ഇന്ത്യക്കാരാ, 2 പേർ മലയാളികളാ. ഞാനും മിസ്റ്റർ തോമസ് കുറിയായി. ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണോ? വേണം സാർ. കുറെ നാളായില്ലേ കര കണ്ടിട്ട്. ബൈ ദ വേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി സീരിയസ്ലി. ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത്. 1 വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറംകടലിൽ നിന്ന് അവർക്കൊരു മനുഷ്യരെ കിട്ടി. തീർത്തും മരണാസന്നനായ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഞാൻ കൈക്കൊണ്ടു. ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കപ്പൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം, അയാളെ ഇവിടെ ഇറക്കിയാൽ കൊള്ളാമെന്ന്. പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല. കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെക്കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല. അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം, ബഷീർ. ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല. പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. ഓക്കെ. സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, കാണാം. താങ്ക് യു. പ്ലീസ് കം. ബഷീർ, നീ വന്നേ. വാ, പേടിക്കണ്ട. ഈ സാറ് എന്റെ സ്നേഹിതനാ. നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. എവിടെയാ ബഷീറിനെ കൊണ്ടുവിടേണ്ടത്? എവിടെയാ നിന്റെ വീട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ വീടിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചോദിച്ചാൽ ഇതാണ് മറുപടി. ബഷീർ പോയി ജോലി ചെയ്തു. സാറ് കണ്ടില്ലേ? എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാൻ ഏതായാലും ഓഫീസറെ ഒന്ന് കാണട്ടെ. 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിടും. അവന് വേണ്ടി എഴുത്തുകുത്തുകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കപ്പലിന് ഇവിടെ കാത്തു നിൽക്കാനാവോ? ഇല്ല.
അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്നെ പിന്നെ ഒരു കാര്യം, ഈ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഇപ്പോഴേ തോന്നും. ഊരും പേരും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ കരക്കിറക്കിയാൽ ഉടമസ്ഥനെ കണ്ടുപിടിച്ചേൽപ്പിക്കുന്ന ഒരു തലവേദന നമുക്കാ. പ്രമാണവും രേഖയുള്ളവന്റെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ സമയമില്ല. അപ്പോഴാ വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട തന്നെ. കപ്പലിൽ വന്നാൽ കപ്പലിൽ തന്നെ മടക്കട്ടെ. യെസ് സർ, ഹിയർ ഈസ് എ മെസ്സേജ് ഫോർ യു. ഓക്കെ സർ. യാ. എന്തായി സാർ? ഐ എം സോറി ക്യാപ്റ്റൻ, നടക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഫേറ്റ്. ഞാൻ വരട്ടെ. ക്യാപ്റ്റൻ, നമുക്ക് കോടതി വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഒരു പോംവഴിയുണ്ടോ? എനിക്ക് നിയമമൊന്നും വശമില്ല സാർ. കൂടാതെ 2 ദിവസം കഴിഞ്ഞാൽ കപ്പലിന് മടങ്ങണം. എനിക്കാണെങ്കിൽ നല്ല തിരക്കും. അതിനിടയിൽ ഞാൻ ആരെ പോയി കാണാനാണ്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ഭാസ്കർ പിള്ള. അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? സാർ, നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്കിവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പോർട്ടിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല. ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ. അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം. അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസേണിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 3-4 ദിവസത്തെ സമയമെങ്കിലും എടുക്കും. 2 ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ കൈ കഴുകുകയും ചെയ്യും അല്ലേ? ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ. ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ? ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന 2-3 വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ഞാൻ ഭാസ്കർ പിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്ക് നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചു തരണം. ഹോട്ട് ന്യൂസ് ആണ്. അവർ നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞേ? എറണാകുളം വാർഫിൽ. എറണാകുളം വാർഫിൽ അയച്ചാൽ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് us try a chance. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയം കളയുന്നേ? ഇവിടെ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ. കുറെ ബെഡായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈലായിരിക്കണം കേട്ടോ. കക്ഷിയപ്പം കാണിച്ചു തരാം. ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. Come on. ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്കുക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ നിന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? മോൻ കവർ ചെയ്താ എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലെന്നേ. ഒന്ന് പറഞ്ഞേ. ഒരു കുഴപ്പമില്ല. ടൈംസിൽ മാത്രമല്ല
മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവനെ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹലോ, ഡോക്ടറുമായി 9 മണിക്ക് അവർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. പറയാം സാർ. ആ, വില്യംസോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ഉവ്വ് സാർ. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന സാർ എങ്ങോട്ട് പോയി? നിങ്ങൾ അകത്തേക്ക് പോയപ്പോ ഈ പത്രം എടുത്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, ഞാൻ വില്യംസ് ആണ്, എറണാകുളത്തുനിന്നാ. പറയരുത്. ഉവ്വ് സാർ, ഞാൻ രാവിലെ പേപ്പറിൽ വായിച്ചു. ഉവ്വ്, ഇന്നലെ എന്റെ ജൂനിയർ സണ്ണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അതെന്റെ പരിചയപ്പെടുന്ന കാര്യങ്ങളല്ല സാർ, ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ, പത്രത്തിൽ വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഞാൻ ചോദിക്കാം സാർ. ഓ, ശല്യമായല്ലോ. ഡോ സണ്ണി, ഡോ, ഇത് വലിയ പുലിവാലായല്ലോ. ഓ, എന്താണോ ഇത്? മേയർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എത്ര പേരാണോ നേരം വെളുത്തപ്പന്നെ ഈ അനാഥരെ കുറിച്ച് അന്വേഷിക്കുന്നത്? 10-30 കൊല്ലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർ ചെയ്തവരുടെ പടം പത്രത്തിൽ വന്നാൽ പരിചയക്കാർക്ക് പോലും ഓർമ്മയില്ല. ഈ ആരോരുമില്ലാത്തവരോട് ആർക്കൊക്കെയാണോ താല്പര്യം? സിറ്റി കമ്മീഷണർ, കോർട്ടറസ് ചെയർമാന്, മേയർ, ഭരണകക്ഷിക്കാരെ, പ്രതിപക്ഷക്കാരെ. പത്രക്കാർക്ക് ഈ ന്യൂസ് എവിടുന്ന് കിട്ടിയിടോ? എനിക്ക് അറിഞ്ഞൂടെ സാർ. അറിഞ്ഞൂടെ? വിദേശ കപ്പലിലെ കപ്പിത്താന് ഇവിടുത്തെ പത്രക്കാരുമായിട്ട് എന്താണോ ബന്ധം? അയാൾ മലയാളിയാണ് സാർ, തിരുവല്ലക്കാരനാണ്. അയാൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാം. ഹലോ സാർ. ഉവ്വ സാർ, വായിച്ചു. ഇല്ല സാർ, അത് പത്രക്കാർ ഇവിടെ നിന്ന് നിറഞ്ഞെടുത്തതാവും. ഞാൻ അയാളെ കപ്പലിൽ പോയി നേരിട്ട് കണ്ടതാ. മേയർ എന്നെയും വിളിച്ചിരുന്നു. ഇല്ല സാർ, ആസ് പെർ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട്. സാർ, ഞാൻ 4 മണിക്ക് റിപ്പോർട്ടുമായിട്ട് വരാം സാർ. ഐ വിൽ കം വിത്ത് റിപ്പോർട്ട് സാർ. ഓ, ആ അനാഥനെ കുറിച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് 4 മണിക്ക് മുമ്പ് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് താൻ പോയി തയ്യാറാക്കും. സാറ് കപ്പലിൽ ചെന്ന് ബഷീറിനെ നേരിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? താൻ പോയി റിപ്പോർട്ട് തയ്യാറാക്കണം. കൂടെയുള്ളവനെ പാര വയ്ക്കുന്ന വർഗം.
आराम से पकड़ो भाई, उस तरफ। हाँ हाँ हाँ, उस तरफ रखो। उधर उधर भी देखो, राउंड करके रखो ना, जल्दी जल्दी। छोड़ मुझे, कहता हूं मैं, छोड़ छोड़ मुझे। कहां जाएगा बच के साला तू? साहब साहब, बशीर को मारने के लिए 3 लोग बाहर आए, मुझे देखकर भाग गए। आओ। तुम इस तरफ जाओ।
वे 3 आदमी थे, नौकर का ड्रेस पहनकर अंदर आए थे। നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവരിൽ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇല്ല, അവർ വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട് കളഞ്ഞു. ഡോക്കിലെ ലേബേഴ്സിനോട് ചോദിച്ചില്ലേ അവരറിയുമെന്ന്? അറിയില്ലെന്നാ പറഞ്ഞത്. അവരെങ്ങനെ വാർഫിനകത്ത് കടന്നുകൂടി? ഏതായാലും ഒരു കാര്യം വ്യക്തമായി. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ബഷീറിനെ അറിയാവുന്നവരിവിടെ ഉണ്ട്. പക്ഷേ ശത്രുക്കൾ ആദ്യം അറിഞ്ഞു എന്ന് മാത്രം. ആ ഫോണൊന്ന് എടുക്കടി. ഹലോ, അതെ ചേട്ടാ, ടൈംസിന്നാ. ഹലോ, ആ അതെ, എന്തായി സർ? ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? ഇല്ലേ? കളക്ടറോ? എന്നിട്ട് സാറെന്ന് പറഞ്ഞു? ഞാനാണെന്ന് മനസ്സിലായോ? അത്ര അടുത്ത പരിചയമൊന്നുമില്ല, എന്നാലും അറിയാം. ശരി, ഞാൻ വിളിക്കാം. ഓ, ഇപ്പൊ തന്നെ വിളിക്കാം. ഓക്കെ. സാർ, ഞാൻ ഭാസ്കരപിള്ള, അഡ്വക്കേറ്റ്. സാറെന്നെ ഓർക്കുന്നുണ്ടാവും. ഓർക്കുന്നുണ്ട്, നന്നായി ഓർക്കുന്നുണ്ട്. ആ ടൈംസിന്റെ എഡിറ്ററല്ലേ? അന്വേഷിച്ചു. ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ? ആ അതന്നെ. അതില് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. സാറിനൊന്ന് കാണണമല്ലോ. ആ 3:30 മണിവരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. നിങ്ങളൊരു 4 മണിക്ക് ഇവിടെ കളക്ടറേറ്റ് വന്നാൽ മതി, നമുക്ക് കാണാം. ആ ശരി സാർ, എത്തിക്കോളാം. ഇതുവരെ ആരും അന്വേഷിച്ച് ചെന്നിട്ടില്ലെന്നാ എഡിറ്റർ പറഞ്ഞത്. ഏതായാലും കളക്ടർ 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ശരിയാവും ക്യാപ്റ്റൻ, എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു. ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ? എന്തിനാണ് തിന്നു വീർത്ത് നടക്കുന്നത്? എങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞ എന്ന് വേണം പറയാൻ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ്. നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും. അല്ല, ആളുകൾ ഉണ്ടായി കഴിഞ്ഞു. ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. ആർ യു ഷുവർ? ഷുവർ. ഇമിഗ്രേഷന്റെ നിയമവശത്തെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കുമ്പോ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ? എമിഗ്രേഷൻ ആക്ടിൽ വേറെ വഴിയില്ല. സാറ് ധൈര്യമായിട്ട് പറയണം. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ വാ, ഇരിക്ക്. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും. ഇരിക്കുന്നു. ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം? പത്രം കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടുകയില്ല. വന്നില്ലെങ്കിൽ ഞങ്ങൾ പെടും. 5-6 മാസമേ ആയുള്ളൂ ഇഷ്ടം ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട്. വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ. എന്നെ കൊണ്ട് സാറിനൊരു പൊല്ലാപ്പം ഉണ്ടാവില്ല. തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ. ബാക്കിയുള്ളത് ആവശ്യക്കാര് ചെയ്തോളൂ. അല്ല, ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ. എമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞത്? ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. എന്താ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? ബഷീറിനെ മിത്രങ്ങളാരും അന്വേഷിച്ച് വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു. തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത്. ഭാഗ്യത്തിന് ക്യാപ്റ്റന് മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു. അക്രമികൾക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാണെന്ന് കരുതരുത്. എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാറ് പറഞ്ഞത് വാസ്തവമാണ്. കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും. നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും. സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും. ഓഫ് കോഴ്സ് അതിൽ അല്പം റിസ്ക് ഉണ്ട്. കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിൽ ഇറക്കാം. കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ. ലെറ്റ് ദി എക്സ്റ്റേണൽ മിനിസ്ട്രി ടേക്ക് ദെയർ ഓൺ ടൈം ടു കം ടു ഡിസിഷൻ. അത്രയും നാൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക. ഒപ്പം ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ഏർപ്പാടും ചെയ്യാം. ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം. അതാണ് അതിന്റെ ഒരു റിസ്ക്.
വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം. ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നത്. ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും. ആ, തന്നെ ഞാൻ രാത്രി വിളിക്കാം. ശരി സർ. 354238 അതാണ് എന്റെ ഫോൺ നമ്പർ. അറിയാമടോ, നാട്ടിലുള്ള പ്രമാണിമാരുടെ നമ്പറൊക്കെ എന്റെ ഡയറിയിൽ. താങ്ക് യു സർ. ഹലോ, അതെ വില്യം സാർ. സാർ, അതൊരു അബദ്ധം പറ്റിയതാണ്. ഞാനതിന് അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഉവ്വ്, ഞാനത് അന്വേഷിച്ചു. അയാൾക്കൊരിക്കലും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. കപ്പൽ നാളെ തന്നെ പുറപ്പെടും. ഓക്കെ സാർ.